രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ശ്രീബുദ്ധൻ എഴുതിയ മോക്ഷത്തിൻ്റെ താക്കോലായ ധർമ്മപദത്തിൻ്റെ 11ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കാണണം എന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. പ്ലേലിസ്റ്റിനകത്ത് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം, എല്ലാ ചൊവ്വ ഉണ്ട്, അത് ആയുരാരോഗ്യ സൗഖ്യം. എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണൻ്റെ കാമുകി രാധയുടെ കഥ, രാധയുടെ പ്രണയം, പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം, ദാമ്പത്യ സൗഖ്യം എല്ലാം ഉണ്ടാകുന്നതാണ്. ബുധൻ ശ്രീബുദ്ധൻ്റെ കഥകളാണ്. കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ കഥകൾ, ഭഗവാന്റെ അവതാര കഥകൾ കേൾക്കുന്നത് മോക്ഷദായകം. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയാണ്. അഷ്ടപതി ശ്ലോകം കേട്ട് വീട്ടിൽ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ പ്രണയസാഫല്യം, ധനധാന്യ സമൃദ്ധി, അതേ കണക്ക് തന്നെ നമുക്ക് ദാമ്പത്യ സൗഖ്യം. എല്ലാ വെള്ളിയാഴ്ചയുമാണ് നമുക്ക് ധർമ്മപദം. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് നാളത്തെ ദിവസം നിങ്ങൾ നിശ്ചയമായും കേൾക്കണം. അതായത് അച്ഛനെ സ്നേഹിക്കുന്ന സകല പെമ്മക്കൾമാരും, പെമ്മക്കളെ സ്നേഹിക്കുന്ന അച്ഛനും അമ്മയെ സ്നേഹിക്കുന്ന ആൺമക്കളും, അതേ ആൺമക്കളെ സ്നേഹിക്കുന്ന അമ്മയും നിശ്ചയമായും ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് വരും. ഏയ് അച്ഛാ മകളെ ഒന്ന്
പിന്നെ ഇതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. ആവശ്യമുള്ളവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് 12 വരെ ഞാൻ ഇട്ടിട്ടുണ്ട്, 12ഓ 14ഓ എങ്ങാണ്ട് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ അസ്ട്രോളജി ഉണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ, അത് നിങ്ങൾ കേൾക്കുക. സംശയമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999 എന്ന നമ്പറുണ്ട്. അതിനകത്തേക്ക് എന്നെ വിളിച്ചാൽ മതി. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. അതൊക്കെ തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ പിന്നെ അതിനകത്ത് ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അഷ്ടാവക്ര ഗീതയുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ ഏത് കേൾക്കണം? അഷ്ടാവക്ര ഗീത നിങ്ങൾ കേൾക്കണം. മോക്ഷത്തിൻ്റെ മറ്റൊരു താക്കോലാണ് അഷ്ടാവക്ര ഗീത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ധർമ്മപദം തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം നമോ നാരായണായ. ഓം മണിപത്മേ ഹും. ഓം രാധായേ സ്വാഹ. രാധേ രാധേ. ഓ രാധേ രാധേ. 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 ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായും കാണണം. ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു എന്ന വീഡിയോ, പ്രണയം എങ്ങനെ സഫലമാക്കാം, ഇതൊക്കെ നിശ്ചയമായും കാണണം. പ്രണയം എങ്ങനെ സഫലമാക്കാം, ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു, അത് പ്ലേലിസ്റ്റ് എടുത്താൽ എനിക്ക് തോന്നുന്നു ജനറൽ ലിസ്റ്റിലാണ് ഞാനത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, നാളെ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ അല്പം ദൈർഘ്യമുള്ള വീഡിയോ ആണ്, പക്ഷെ നിങ്ങളത് കണ്ടിരിക്കണം. എന്താണ്? ഏയ് അച്ഛാ, മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. അതായത് എല്ലാ പെമ്മക്കളും അത് കാണണം, എല്ലാ ആൺമക്കളും അത് കാണണം, എല്ലാ അമ്മമാരും കാണണം, എല്ലാ അച്ഛന്മാരും കാണണം. 2 സംഭവങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ആ 2 സംഭവങ്ങൾ, അത് ഈ രണ്ടാമത്തത് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും അതൊരു വലിയ ഗുണപാഠമായിരിക്കും. അപ്പോൾ ശ്രീബുദ്ധൻ എന്താ പറയുന്നതെന്ന് നോക്കാം. ശരീരം വൈകാതെ ഉപേക്ഷിക്കപ്പെടും. ഇത് ഞാൻ ഒടുവിലൊരു ശ്ലോകമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോസ് ചെയ്ത് ബുക്കിനകത്ത് എഴുതിയെടുത്താൽ മതി. ശരീരം വൈകാതെ ഉപേക്ഷിക്കപ്പെടും. അപ്പോൾ അതിനെന്തനുഭവം? ഉപയോഗശൂന്യമായ ഒരു തടിക്കഷണം പോലെ മണ്ണിൽ കിടക്കുമ്പോൾ അതിനെന്തറിയുവാൻ കഴിയും? ഇത് ഇംഗ്ലീഷിലാണെങ്കിൽ ഫോർ സൂൺ the body discarded. കണ്ടോ? സൂൺ, പെട്ടെന്ന്. ഡിസ്കാർഡഡ്, ഉപേക്ഷിക്കപ്പെടും. then what does it feel? അപ്പോൾ പിന്നെ അതിനെന്താണ് ഫീലിങ്സ് ഉണ്ടാകുന്നത്? എ യൂസ്ലെസ് ലോഗ് ഓഫ് വുഡ്. അത് ഉപയോഗശൂന്യമായ എ യൂസ്ലെസ് ലോഗ് ഓഫ് വുഡ്. ഇറ്റ് ലൈസ് ഓൺ ദ ഗ്രൗണ്ട്. ഉണ്ടോ? അതിങ്ങനെ ഗ്രൗണ്ടിൽ കിടക്കും. then what does it know? അപ്പൊ ശ്രീബുദ്ധൻ പറയുകയാണ്, എല്ലാവരും ഓർമ്മിക്കുക, നിങ്ങൾ തേച്ച് മിനുക്കി സ്പ്രേ അടിച്ച് ബ്യൂട്ടി പാർലറിൽ പോയി ആ പേസ്റ്റ് ഇത് തേച്ചു ത്രെഡിങ് നടത്തി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊണ്ട് നടക്കുന്ന ഈ ശരീരം അധികം വൈകാതെ ഉപേക്ഷിക്കപ്പെടും. അപ്പോൾ പിന്നെ അതിനെന്തനുഭവം? നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളെല്ലാം ശരീരത്തെ വെച്ചിട്ടാണ് പറയുന്നത്. അവൻ എന്നോട് സ്നേഹം, അവൾക്ക് എന്നോട് വിരോധം, അവൻ എന്നെ അപമാനിച്ചു, അവൻ എൻ്റെ അടുത്ത് ചൂടായി. ഈ അനുഭവങ്ങളൊക്കെ ഈ ശരീരം ഉള്ളതുകൊണ്ടാണ്. ഈ ശരീരം വേർപെട്ടാൽ ആ വേർപെട്ട് കിടക്കുന്ന ശരീരത്തിന് പിന്നെ എന്ത് അനുഭവമാണുള്ളത്? അത് ഉപയോഗശൂന്യമായ ഒരു തടിക്കഷണം പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു തടിക്കഷണത്തിൻ്റെ മുമ്പിൽ നിങ്ങളിരുന്ന് കരഞ്ഞാൽ അതിനറിയാൻ പറ്റുമോ? ഇല്ല. ഒരു യൂസ്ലെസ് സാധനമാണ് ഈ ബോഡി എന്ന് പറയുന്നത്. അപ്പം ഈ ബോഡി, ശരീരം ഉപയോഗശൂന്യമായ ഒന്നാണ്.
അതിനകത്തുള്ളൊരു സാധനം പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ആർക്കും വേണ്ട. 2 ദിവസം കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല എന്ന സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാകണം. ഒന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വീട്ടിൽ ഇപ്പോൾ ഭർത്താവ് മരിച്ചു, ഭാര്യ കിടന്ന് കരയുന്നു, അല്ലെങ്കിൽ ഭാര്യ മരിച്ചു, ഭർത്താവ് കരയുന്നു, അന്നത്തെ ദിവസത്തെ വീഡിയോ ഒന്ന് എടുത്തു നോക്കണം. എന്നിട്ട് പിന്നെ കുളിയുടെ അന്നത്തെ വീഡിയോ എടുത്തു നോക്കണം. 1 വർഷം കഴിഞ്ഞ് ആണ്ടിൻ്റെ അന്നത്തെ വീഡിയോ എടുത്തു നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും. പിന്നെ ഈ ദേഹത്തിൽ നിന്ന് ജീവൻ പോയാൽ പിന്നെ ഈ ദേഹത്തിന് ഒന്നുമില്ല. ഇപ്പം പിന്നെ ജഡം എടുക്കാൻ പോകുമ്പം പറയുകയാണ്, അയ്യോ എൻ്റെ ചേട്ടനെ എടുക്കല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എടുക്കല്ലേ, എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലേ. അപ്പോൾ പറഞ്ഞേ എന്നാ ചേച്ചി അവിടെ കിടക്കട്ടെ, ചേച്ചി പറഞ്ഞിട്ട് എടുക്കത്തോളെന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ പറയും ആരെങ്കിലും ഇത് എടുത്തുകൊണ്ട് പോയി വെട്ടി മൂടാൻ. കാരണം ഇത് ചീഞ്ഞളിഞ്ഞ് നാറ്റം വരും. ആദ്യം മനസ്സിലാക്കുക, ഇത് ചീഞ്ഞ് അളിഞ്ഞിട്ട് ഇതിൽ നിന്ന് ദുർഗന്ധം വമിക്കും. അപ്പോൾ പിന്നെ ഇതെൻ്റെ അച്ഛനാണ്, ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ ചേട്ടനാണ്, ഇതെൻ്റെ മോളാണെന്നൊരു ചിന്തയില്ല. ആ ദുർഗന്ധം വരുമ്പോൾ ഇതെടുത്തുകൊണ്ട് കളയും. അപ്പൊ ബുദ്ധൻ എന്താണ് പറയുന്നതെന്ന് നോക്കുക. ബുദ്ധൻ പറയുകയാണ് നിങ്ങളോട്, ഹേ മനുഷ്യരെ, നിങ്ങൾ ശരീരത്തെ ആശ്രയിക്കാതിരിക്കുക. കാരണം ശരീരം അധികം താമസിയാതെ ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അധികം താമസിയാതെ ഒരെണ്ണത്തിനെ കളയുമെങ്കിൽ അതിനെ ആശ്രയിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥം? നിങ്ങൾക്ക് ഒരു കടയുണ്ട്, ആ കടയിൽ ഒരു ജോലിക്കാരനുണ്ട്. അവൻ പറയുകയാണ്, അടുത്ത മാസം എൻ്റെ കല്യാണമോ മറ്റോ ആണ്, അതുകൊണ്ട് ഇനി അടുത്ത മാസം കഴിഞ്ഞ് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അവൻ മുൻകൂർ പറഞ്ഞു, 1 മാസം മുമ്പേ പറഞ്ഞു, അടുത്ത മാസം മുതൽ ഞാൻ വരുന്നില്ല. അവൻ ആ കട വിട്ടു പോവുകയാണ്. ഇനി നമ്മൾ അവനെ ആശ്രയിച്ചിട്ട് വല്ല കാര്യവും ഉണ്ടോ? അവനെ ആശ്രയിക്കുന്നത് വിഡ്ഢിത്തരമല്ലേ? അതുപോലെ ഈ ശരീരം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളുടെ അടുത്ത്, ഞാൻ പോവേ, ഞാൻ അധികം താമസിയാതെ പോവേ, അധികം താമസിയാതെ പോകുമേ. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. ഇവൻ പതുക്കെ നിങ്ങളുടെ തൊലികളൊക്കെ ചുളുങ്ങി തുടങ്ങും, അല്ലേ? നിങ്ങളുടെ സ്കിന്നിൻ്റെ കളർ മങ്ങിത്തുടങ്ങും, നിങ്ങളുടെ തലമുടി നരച്ചു തുടങ്ങും. സൂചന തരികയാണ്. ശരീരം നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ തലമുടി നരയ്ക്കുന്നു, മീശയുള്ളവർക്കാണെങ്കിൽ മീശ നരയ്ക്കുന്നു. പതുക്കെ നടക്കുമ്പോൾ മുട്ടുവേദന, നടുവേദന. ശരീരം പറയുകയാണ്, ഞാൻ പോവുകയെ, പോകാറായേ, പോകുമെന്ന് പറയുന്ന ഈ ദേഹത്തിന് പല പേരുകൾ ഇട്ടിട്ട് അതിനെ ആശ്രയിക്കുന്നവൻ മൂഢനല്ലേ? അതുകൊണ്ട് ശരീരത്തെ സ്പ്രേയുമൊക്കെ അടിച്ച് നല്ല വസ്ത്രങ്ങളുമൊക്കെ ഇട്ട് ആഭരണങ്ങളൊക്കെ ഇട്ട് അലങ്കരിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് കൂടുതൽ സമയം നിങ്ങൾ പാഴാക്കാതിരിക്കണമെന്ന് ബുദ്ധൻ പറയുന്നു. ഈ ശരീരം നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു. ഈ ശരീരം ഇടയ്ക്കിടയ്ക്ക് വളർന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ വണ്ണം വച്ചുകൊണ്ടേയിരിക്കും, ചിലപ്പോൾ വണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. നരകൾ പ്രത്യക്ഷപ്പെടും. സൂചന തരികയാണ് ഞാൻ പോകുന്നു എന്ന്. ആ പോകുന്നു എന്ന് സൂചന തരുന്ന ഈ ദേഹത്തിനകത്തിട്ട് ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞ് മേക്കപ്പും ഒക്കെ ഇട്ട് സമയം പാഴാക്കാതിരിക്കുക. കാരണം ശരീരം ഭൂമിക്കാണ് അവകാശപ്പെട്ടത്. അതിനാൽ ഭൂമി അതിനെ തിരികെ ആവശ്യപ്പെടും. നമ്മുടെ ഇപ്പം എൻ്റെ ഈ ശരീരത്തിൻ്റെ അവകാശി ആരാണ്? എൻ്റെ അച്ഛനും അമ്മയും ഒന്നുമല്ല, ഭൂമിയാണ്. ഒരു ദിവസം ഭൂമി ഇതങ്ങ് തിരിച്ചെടുക്കും. അപ്പം നിങ്ങൾ ആലോചിക്കണേ, ദിലീപ് കുമാർ എന്ന ഈ ശരീരം ഭൂമിക്ക് അവകാശപ്പെട്ടതാണ്. ഒരു ദിവസം ഭൂമി ഈ ശരീരത്തെ തിരിച്ചെടുക്കും. പക്ഷേ ഞാൻ എന്ന് പറയുന്നത് ഈ ദേഹമല്ല. യഥാർത്ഥ ഞാന് പേരില്ല. പേര് ഇതിനാണ് ദിലീപ്. യഥാർത്ഥ ഞാൻ 1000 സൂര്യൻ ഒരുമിച്ച് ഉദിക്കുന്ന പ്രകാശമാണ്. ആ പ്രകാശം ഒരു കാരണവശാലും ഭൂമിയുടേതല്ല. അത് പിന്നെ ആരുടേതാണ്? നമുക്ക് പോലും അറിയാൻ വയ്യാത്ത അജ്ഞാതമായ ഏതോ ഒരു ലോകമുണ്ട്. 1000 സൂര്യൻ്റെ തേജസ് നമുക്ക് നൽകുന്ന ഏതോ ഒരു അജ്ഞാത ലോകമുണ്ട്. ആ ലോകത്തിൻ്റെതാണ് നമ്മൾ. നിങ്ങൾ ഓർമ്മിക്കുക, യു ഡോണ്ട് ബിലോങ് ടു ദ എർത്ത്.
നിങ്ങൾ ഒരിക്കലും ഭൂമിയുടേതല്ല. പിന്നെയോ റിയലി യു ബിലോങ് ടു സം ബിയോണ്ട്, ടു സം അൺനോൺ. കണ്ടില്ലേ, നിങ്ങൾ അറിയപ്പെടാത്ത, അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ശരീരത്തിന് ഒരു പേരുണ്ട്, ദിലീപ്. ഈ ദിലീപ് ഭൂമിക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷേ ഞാൻ എന്നത് ഈ ബോഡി അല്ല. ഞാൻ ഈ ശരീരത്തിനകത്തുള്ള 1000 സൂര്യന്മാർ ഒന്നിച്ചുദിക്കുന്ന പ്രകാശമാണ്. ആ പ്രകാശം ഭൂമിക്ക് അവകാശപ്പെട്ടതല്ല. അത് മറ്റേതോ അജ്ഞാതമായ ഒരു ലോകത്തു നിന്ന് വന്നതാണ്. അപ്പൊ ഞാൻ വന്ന ലോകമേത്? ഞാൻ ഇവിടെ വെറും സന്ദർശകൻ മാത്രമാണ്. ഈ ഭൂമി ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. ഈ സന്ദർശം പരമാവധി ആസ്വദിച്ചിട്ട് എനിക്ക് എവിടെ തന്നെ തിരിച്ചെത്തണം? ഞാൻ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തണം. വളരെ 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 പ്രധാനപ്പെട്ടൊരു പോയിന്റ് ബുദ്ധൻ പറയാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളണം. ഈ ദേഹം ഭൂമിക്ക് അവകാശപ്പെട്ടതാണ്. ഇത് ഭൂമി തിരിച്ചെടുക്കും. പക്ഷേ ഈ ദേഹത്തിൻ്റെ പേരാ ദിലീപ്. യഥാർത്ഥത്തിൽ എനിക്കൊരു പേരില്ല. ദിലീപ് മണ്ണാങ്കട്ട എന്നൊക്കെയുള്ളത് ഇതിൻ്റെ പേരാണ്. ഞാൻ എന്നത് 1000 സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ച് ഉയരുന്ന ആരാണ്? ഒരു പ്രകാശമാണ്. ആ പ്രകാശം വന്നിരിക്കുന്നത് ഭൂമിയിൽ നിന്നല്ല, വേറെ ഒരു അജ്ഞാതമായ ഗ്രഹത്തിൽ നിന്ന്, അജ്ഞാത സ്ഥലത്തു നിന്നാണ് വന്നിരിക്കുന്നത്. ഈ ഭൂമി ജസ്റ്റ് ഒന്ന് സന്ദർശിക്കാൻ വന്നതാണ്. സന്ദർശിച്ചിട്ട് ഞാൻ വന്നെടുത്ത് തിരിച്ചു പോകണം. വന്നെടുത്ത് തിരിച്ചു പോകണമെങ്കിൽ വഴി അറിയണം. വഴി അറിയാതെ വല്ലോടത്തും ചെന്നാൽ അവർ വീണ്ടും ഇറക്കി വിടും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നിറങ്ങി വേറൊരിടത്തേക്ക് പോകുന്നു. തിരിച്ചു വീട്ടിലെത്തണമെങ്കിൽ വഴി അറിയണ്ടേ? വഴി അറിയാതെ വല്ല വീട്ടിൽ ചെന്നാൽ അവരവിടുന്ന് പിടിച്ചിറക്കും. കൂടിപ്പോയാൽ ഒരു ദിവസം നിങ്ങളെ അവിടെ താമസിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ ഭൂമിക്ക് അവകാശപ്പെട്ട ഈ ദേഹത്തെ പരിപാലിക്കുന്നതിന് മുമ്പ് അതവിടെ കിടക്കട്ടെ. അതിന് അധികം സമയം കൊടുത്ത് പാഴാക്കാതെ ഞാൻ ഏത് ഗ്രഹത്തിൽ നിന്ന് വന്നു എന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. ഏത് ഗ്രഹത്തിൽ നിന്നാണ് ഞാൻ വന്നത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഭൂമിക്ക് അവകാശപ്പെട്ട ദേഹം കൊടുത്തിട്ട് അവിടേക്ക് തിരിച്ചു പോകും. പിന്നെ നിങ്ങളെ ആരും ഇങ്ങോട്ടേക്ക് വിടില്ല. അത് കണ്ടെത്താതെ ഭൂമിക്ക് അവകാശപ്പെട്ട ഈ ദേഹത്തിൻ്റെ പേരിൽ കിടന്ന് നിങ്ങൾ അധിക സമയം ചെലവാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും വല്ല വീടുകളിലൊക്കെ ചെന്ന് ജനിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട് യഥാർത്ഥ സ്ഥലം അറിയാതെ എന്ത് ചെയ്യും? ചുറ്റിപ്പോകും. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഗൗനിക്കണ്ട എന്നല്ല ബുദ്ധൻ പറയുന്നത്. ബുദ്ധൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കണം, അതിനെ പരിപാലിക്കണം. ഇതെല്ലാം നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ബുദ്ധിപൂർവം ചെയ്യണം. ഈ ശരീരത്തെ നിങ്ങൾ ഉപയോഗിക്കണം. എന്തിനു വേണ്ടി ഉപയോഗിക്കണം? യഥാർത്ഥ സ്ഥലം ഏതെന്ന് കണ്ടെത്താൻ ഈ ശരീരം സഹായിക്കും. ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ ഒരു കാറ് സഹായിക്കും നമ്മളെ. അതുപോലെ ഈ ശരീരത്തെ നിങ്ങൾ ബോധപൂർവം പ്രവർത്തികൾ ചെയ്ത് ചിന്തകളെ അടക്കി വരുമ്പോൾ നിങ്ങൾക്കുള്ളിലിരിക്കുന്ന പ്രകാശത്തെ നിങ്ങൾക്ക് കാണാനായിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് സാധിക്കും. അതിനു വേണ്ടി ഇത് ഉപയോഗിക്കുക. അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഈ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണങ്ങൾ കൊടുക്കുക. ആ ശരീരത്ത് നിങ്ങളുടെ ത്വക്കിന് എന്തെങ്കിലുമൊക്കെ കുഴപ്പം വന്നാൽ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണുക, ചികിത്സിക്കുക, ഇതിനെ സ്നേഹിക്കുക. പക്ഷേ അങ്ങനെ സ്നേഹിക്കുമ്പോഴും ഓർമ്മ വയ്ക്കുക, എന്താണ്? ഒരു ദിവസം ഇത് ഉപേക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കവിളിലൊരു പാട്, നിശ്ചയമായും നിങ്ങൾ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണണം, അത് ചികിത്സിക്കണം, അതിൻ്റെ മരുന്നിടണം. പക്ഷെ അതിനകത്ത് അമിത ഭ്രമം വേണ്ട. കാരണം ഈ കവിളിലെ പാട് മാറിയാലും മാറിയില്ലെങ്കിലും ഇതൊരു ദിവസം ഭൂമിക്ക് അവകാശപ്പെട്ടത് അതെടുത്തുകൊണ്ടങ്ങ് പോകും. ആ ഒരു മെൻറ്റാലിറ്റിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ എന്ത് ചെയ്യാൻ? പരിപാലിക്കണം. ഓർമ്മിക്കുക, ഈ ദേഹം ഒരു കൂടാണ്. ഇതിനകത്ത പക്ഷിയാണ് ആരെന്ന് പറയുന്നത് ഞാൻ. ഒരു ദിവസം ഈ കൂട് വിട്ടിട്ട് പക്ഷി പറന്നു പോകും. ശ്രദ്ധിച്ചോളണേ, ഞാൻ എന്ന പക്ഷിയെ സംരക്ഷിക്കുന്ന കൂടാണിത്. ഈ കൂടിന് നിങ്ങളിട്ട പേരാണ് ദിലീപ്. ഒരു ദിവസം ഈ പക്ഷി പറന്നു പോകും.
അപ്പോൾ ബുദ്ധൻ ചോദിക്കുന്നത്, നിങ്ങൾ ആരെയാണ് കൂടുതൽ സ്നേഹിക്കേണ്ടത്? പക്ഷിയാണോ കൂടിനെയാണോ? കൂട് അത്യാവശ്യം പരിപാലിക്കണം, വൃത്തിയായിട്ടൊക്കെ വെക്കണം. കാരണം പക്ഷിക്ക് വന്ന് ഇരിക്കേണ്ടതല്ലേ, അത്രയും മതി. ആ ആവശ്യത്തിന് വൃത്തിയാക്കി വെക്കണം. പക്ഷേ നിങ്ങൾ സ്നേഹിക്കേണ്ടത് ആരെയാണ്? പക്ഷിയെയാണ്. ഈ പക്ഷി പറന്നു പോയാൽ പിന്നെ ഈ ശരീരത്തിന് എന്ത് അനുഭവം? ഒരനുഭവവുമില്ല. എടുത്ത് ദഹിപ്പിക്കാൻ മണ്ണി വെക്കുമ്പോൾ ഈ ശരീരത്ത് തൊട്ട് കരയുന്നത് പോലും ഈ ദേഹം അറിയുന്നില്ല. അതാദ്യം മനസ്സിലാക്കുക. അതൊരു തടി കഷണമായിട്ട് എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ കിടക്കുകയാണ്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, ഈ പക്ഷി പറന്നുപോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ ദേഹം ചുറ്റും കൂടിയിരുന്ന് കരയുന്നവർ ഈ ദേഹം കരയുന്നതിനെ കുറിച്ച് ഈ ദേഹം അറിയുന്നില്ല. ഇപ്പം നിങ്ങൾ മരിക്കുന്നു, നിങ്ങളുടെ മക്കൾ ഇരുന്നുകൊണ്ട് എൻ്റെ അമ്മ പോയേ, എൻ്റെ അച്ഛൻ പോയേ എന്ന് കരയുന്നത് ആരറിയുന്നില്ല? ഈ ദേഹം എന്ന് പറയുന്ന സംഗതി അറിയുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഫ്രിഡ്ജാണ്. ഇതൊരു ഫ്രിഡ്ജാണ്. ഈ ഫ്രിഡ്ജിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരാളുണ്ട്, കറണ്ട്. ആ കറണ്ടാണ് ഞാൻ എന്ന് പറയുന്നത്, അല്ലാതെ ഫ്രിഡ്ജല്ല ഞാൻ എന്ന് പറയുന്നത്. കറണ്ട് ഉള്ളപ്പോൾ ഫ്രിഡ്ജിനകത്ത് എന്തൊക്കെ കാണും? ആപ്പിള് കാണും, മുന്തിരി കാണും, വെജിറ്റബിൾസ് കാണും, പാല് കാണും, ഇല്ലേ? നിങ്ങൾ ഇറച്ചികൾ കൊണ്ടുവെക്കും, മീൻ കൊണ്ടുവെക്കും, ഈ ഫ്രിഡ്ജിനെ തുടച്ച് വൃത്തിയാക്കി എല്ലാം വെക്കും. പക്ഷേ കറണ്ട് എന്ന സാധനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കറണ്ടില്ല. ഇനി മുതൽ കറണ്ട് ഇല്ല എങ്കിൽ ഈ ഫ്രിഡ്ജ് എടുത്ത് നിങ്ങൾ ദൂരത്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, ഈ ശരീരം എന്ന് പറയുന്നത് ഒരു ഫ്രിഡ്ജാണ്. ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് കറണ്ടാണ്. ആ കറണ്ട് എവിടുന്നാ വന്നതെന്ന് കണ്ടുപിടിക്കാൻ, അങ്ങനെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളാണ് 1, 2, 3 ആയിട്ട് ധർമ്മപദത്തിൽ ബുദ്ധൻ പറയുന്നത്. അത് ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മുടെ ശരീരം ഒരു ഫ്രിഡ്ജാണ്. അതിനകത്തെ കറണ്ടാണ് നമ്മൾ. ആ കറണ്ട് എങ്ങനെ ഇതിനകത്ത് കയറി, കറണ്ട് എവിടുന്ന് വന്നു, ഇത് നിങ്ങൾ കണ്ടുപിടിക്കുന്നതിനെയാണ് മോക്ഷം എന്ന പേര് വിളിക്കുന്നത്. ഈ കറണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഫ്രിഡ്ജിനെ ആർക്കും വേണ്ട. അതിൻ്റെ വാസവദത്ത അല്ലേ? വാസവദത്തയുടെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? കുമാരനാശാൻ വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഉത്തരമധുരാപുരിക്കുത്തരോപാന്തത്തിലുള്ള ഉത്തര മധുരാപുരിക്കുത്തരോപാന്തത്തിലുള്ള ആ ഉത്തരാപാന്തത്തിലുള്ള ആ മണിമാളികയുടെ മുകളിൽ അങ്ങനെ നിൽക്കുകയാണ് വാസവദത്ത. അങ്ങനെ വാസവദത്ത നിൽക്കുമ്പോൾ, അപ്പോൾ വാസവദത്ത എന്ന് പറഞ്ഞാൽ ഭൂലോക സുന്ദരിയാണ്. ഭൂലോക സുന്ദരി. അവളുടെ ഒരു ദർശനത്തിന് വേണ്ടി ആൾക്കാര്, രാജകുമാരന്മാര്, പ്രഭുക്കന്മാര് ക്യൂ നിൽക്കുകയാണ് അവളുടെ ഒരു നോട്ടം കിട്ടാൻ. ആ സമയത്താണ് ഉത്തരമധുരാപുരിക്കുത്തരോപാന്തത്തിലുള്ള കണ്ടില്ലേ, ആ ഉത്തര മധുരാപുരിക്ക് ഉത്തരോ ഉപാന്തത്തിലുള്ള ആ മണിമാളികയിൽ, മാളികയൊന്നിൻ്റെ മുറ്റേ മണിമുറ്റത്തിൽ, കണ്ടോ? ആ മാളികയുടെ മണിമുറ്റത്തിൽ ആര് നിൽക്കുകയാണ്? വാസവദത്ത ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പം വാസവദത്ത കാണുകയാണ്, ഒരു ബുദ്ധ സന്യാസി ഇങ്ങനെ പോകുന്നു. എന്തൊരഴക്, അസാമാന്യമായ ഒരു പ്രഭ. എത്രയോ പുരുഷന്മാരെ ഞാൻ കണ്ടിരിക്കുന്നു, ഇങ്ങനൊരു പുരുഷനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവൾ അയാളെക്കുറിച്ച് അന്വേഷിച്ചു. അയാളുടെ പേര് ഉപഗുപ്തൻ എന്നാണ്. അവൾ പറഞ്ഞു, എനിക്ക് ഉപഗുപ്തനെ വേണം, ഒരു ദിവസമെങ്കിലും എനിക്ക് ഈ ഉപഗുപ്തൻ്റെ കൂടെ ശയിക്കണം. തോഴി, നീ ചെല്ലൂ, ഉപഗുപ്തനോട് പറയൂ, ദേ പുരുഷന്മാര് എൻ്റെ ഒരു നോട്ടത്തിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ആ സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് സമർപ്പിക്കുകയാണ്, വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ തോഴി ചെന്ന് പറഞ്ഞു, ഉപഗുപ്തനോട് പറഞ്ഞു, വാസവദത്ത നിങ്ങളെ സ്നേഹിക്കുന്നു, ഒരു ദിവസം ഒരു രാത്രിയെങ്കിലും വാസവദത്തയ്ക്ക് നിങ്ങളോടൊപ്പം കഴിയണം. ഉപഗുപ്തൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സമയമായില്ല. അപ്പോൾ വാസവദത്തയ്ക്ക് അത്ഭുതമായി. വാസവദത്ത വിളിച്ചിട്ട് വരാത്തൊരു പുരുഷനെ ആദ്യമായി കാണുകയാണ്. പല തവണ തോഴിയെ വിട്ടു. അപ്പോഴൊക്കെ ഉപഗുപ്തൻ പറഞ്ഞു, സമയമായില്ല. അപ്പൊ വാസവദത്ത തോഴിയോട് പറയുന്നുണ്ട്,
സമയമായില്ല പോലും, സമയമായില്ല പോലും, ക്ഷമ എൻ്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി. വിശപ്പിനു വിഭവങ്ങൾ വെറുപ്പോളമശിച്ചാലും, വിശിഷ്ട ഭോജ്യങ്ങൾ കാൺകിൽ കൊതിയാകിലുമാർക്കും. ോ സമയമായില്ല പോലും, സമയമായില്ല പോലും, ക്ഷമ എൻ്റെ ഹൃദയത്തിൽ ഇല്ലാതായി. ഈ ഉപഗുപ്തൻ ഒരുപാട് സുന്ദരികളുമായി രമിക്കുന്നവനാണെന്നിരിക്കട്ടെ, എങ്കിലെന്ത്, അതിനേക്കാൾ സുന്ദരിയായ എന്നെ കാണുമ്പോൾ ഒരു ആഗ്രഹം വരണ്ടേ? നിങ്ങൾ വളരെ വിശിഷ്ടമായ ആഹാരം കഴിക്കുന്നതാണ്, എന്നാൽ അതിനേക്കാൾ, അതായത് വിശപ്പിനു വിഭവങ്ങൾ വെറുപ്പോളമശിച്ചാലും, വിശിഷ്ട ഭോജ്യങ്ങൾ കാൺകിൽ കൊതിയാകിലുമാർക്കും. നിങ്ങൾ വിശപ്പിന് വിഭവങ്ങൾ നല്ലതുപോലെ നിങ്ങൾ ഭക്ഷിച്ചു, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഐസ്ക്രീം ചെറിപ്പഴം വെച്ച് വരുന്നത്, അപ്പോൾ ഒരു കൊതി തോന്നത്തില്ലേ? അതുപോലെ ഈ ബുദ്ധ സന്യാസിക്ക് എന്തേ തോന്നാത്തത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു ദിവസം, നമുക്കറിയാമല്ലോ, ഒരു ചെട്ടിയാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വാസവദത്തയുടെ കൈയും കാലും മാറിടവുമൊക്കെ ഛേദിച്ചു കൊണ്ട് ചുടുകാട്ടിൽ തള്ളി. അന്നുവരെ വാസവദത്തയുടെ ഒരു നോട്ടത്തിന് വേണ്ടി ക്യൂ നിന്നിരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ശരീരത്തെ ഭ്രമിച്ചതാണ്. വാസവദത്ത ഒരിക്കലും മനസ്സിലാക്കിയില്ല ഈ ശരീരം ഭൂമിക്ക് അവകാശപ്പെട്ടതാണെന്ന്. ആ ശരീരത്തെ ഒരു നോക്ക് കാണാൻ കൊതിച്ചു നിന്ന പലരും പിന്നെ വാസവദത്തയെ തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ മരണം കാത്തു കിടന്നപ്പോൾ വാസവദത്ത ഒരു ശബ്ദം കേട്ടു, ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി. വാസവദത്തെ അത്ഭുതത്തോടെ നോക്കി. അതേ, ഉപഗുപ്തൻ വരികയാണ്. ഉപഗുപ്തൻ വന്ന് അവളുടെ അടുക്കൽ വന്നു, അവളുടെ ശിരസ്സെടുത്ത് മടിയിൽ വെച്ചു. അവൾ പറഞ്ഞു, നോക്കൂ, ഞാൻ എന്തുമാത്രം ഒരു സുന്ദരിയായിരുന്നു. ആ സുന്ദരിയായിരുന്ന അവസരത്തിൽ എത്ര തവണ വിളിച്ചു, അപ്പ സമയമായില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ വന്നത്? അപ്പോൾ പറഞ്ഞു, ഇപ്പോഴാണ് വാസവദത്തെ സമയമായത്. വാസവദത്തെ, നീ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? ഈ ശരീരം അധികം വൈകാതെ ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. ആ ഉപേക്ഷിക്കപ്പെടുന്ന ശരീരത്തിന് പിന്നെ എന്തനുഭവമാണ് വാസവദത്തെ? അത് ഉപയോഗശൂന്യമായ ഒരു തടി പോലെയാണ്, അതിനെ ആർക്കും വേണ്ട. നീ എന്ന് പറയുന്നത് വാസവദത്തെ ഈ ദേഹമല്ലെന്ന് മനസ്സിലാക്കൂ. ഈ ദേഹത്തിനപ്പുറമുള്ള 1000 സൂര്യന്മാർ ഉദിച്ചുയരുന്ന ഒരു പ്രകാശമാണ്. ആ യഥാർത്ഥ നിന്നെ, അതിനെ ഇല്ലാതാക്കാൻ ഈ ലോകത്ത് ഒരു രാജാവിനും കഴിയില്ല. അതിനെ വാളുകൊണ്ട് മുറിക്കാൻ പറ്റില്ല, അതിനെ അഗ്നി കൊണ്ട് കരിയിക്കാൻ പറ്റില്ല, ജലം കൊണ്ട് നനയ്ക്കാനും പറ്റില്ല. വാസവദത്തെ, വളരെ നിമിഷങ്ങൾക്കുള്ളിൽ ഉപഗുപ്തനിൽ നിന്ന് വാസവദത്ത യഥാർത്ഥ സത്യം മനസ്സിലാക്കുന്നു. വളരെ പെട്ടെന്ന് വാസവദത്ത എന്ന സ്ത്രീക്ക് ജ്ഞാനോദയം സിദ്ധിക്കുന്നു. ഇവിടെ ബുദ്ധൻ അതാണ് പറയുന്നത്. നോക്കൂ, നിങ്ങളുടെ ശരീരം ഒരു ഫ്രിഡ്ജാണ്. കറണ്ട് പോയാൽ പിന്നെ ഇത് ആർക്കും വേണ്ട. അപ്പോൾ അധികം വൈകാതെ ഈ ശരീരം നിങ്ങൾ ഉപേക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ചേക്കണം. അധികം വൈകാതെ ഈ ദേഹം ഉപയോഗിക്കപ്പെടും. ഈ ദേഹം ഭൂമിക്കുള്ളതാണ്, ഭൂമി അത് തിരിച്ചെടുക്കും. ഞാൻ എന്ന് പറയുന്നത് ഈ ദേഹമല്ല. ഞാൻ എന്ന് പറഞ്ഞാൽ, ഞാൻ പലതവണ പറഞ്ഞു, 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയരുന്ന പ്രകാശമാണ്. ആ പ്രകാശം എങ്ങനെ ഈ ബോഡിക്കകത്ത് വന്നു? ഈ പ്രകാശം ഏത് ഗ്രഹത്തിൽ നിന്നാണ് വന്നത്? അത് കണ്ടെത്തുന്നതിനെയാണ് മോക്ഷം. നീ അത് കണ്ടെത്താനാണ് ഈ ശരീരത്തെ ഉപയോഗിക്കേണ്ടത്. ഈ ശരീരത്തിൽ ഭ്രമിക്കാതെ ഈ ശരീരം ഉപയോഗിച്ച് നീ എവിടുന്ന് വന്നെന്ന് കണ്ടെത്ത്. അപ്പം നിനക്ക് കൃത്യമായി വഴി മനസ്സിലായി, നീ വന്ന സ്ഥലത്തേക്കെത്തും. ഇത് വെറും ഒരു ഗ്രഹം സന്ദർശിക്കാൻ എത്തിയതാണ്, അതാണ് നീ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ചോദിക്കും, ശരി, ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വന്ന ഗ്രഹം, ആ അനേകായിരം പ്രകാശമുള്ള ആ സ്ഥലം, അതേതെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതിലൂടെയാണ് ധർമ്മപദത്തിലൂടെ ബുദ്ധൻ പറയുന്നത്. അടുക്കിന്, നിങ്ങൾ അതൊക്കെ മറന്നു കാണും, ഞാൻ അടുക്കിന് പറഞ്ഞു തരാം. ബുദ്ധൻ പറയുകയാണ്,
നീ എന്നത് പ്രകാശമാണ്. അത് വന്നതൊരു അജ്ഞാത ഗ്രഹത്തിൽ നിന്നാണ്. ബോഡി ഭൂമി കൊണ്ടുപോകും. നീ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യും? വഴി അറിയാതെ ഈ പ്രകാശം വട്ടം കറങ്ങും. അങ്ങനെ വട്ടം കറങ്ങുമ്പോൾ ഈ പ്രകാശത്തിന് അധിക നാൾ ഇങ്ങനെ ഈ ഭൂമണ്ഡലത്തിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഭൂമി ഒരു ശരീരം കൊടുത്ത് ഈ പ്രകാശത്തെ പിടിച്ച് അതിനകത്താക്കും. പക്ഷേ നീ എവിടുന്ന് വന്നു എന്നറിഞ്ഞാൽ നിനക്ക് അപ്പടി തന്നെ അവിടെ എത്താം. അതിന് നീ എന്ത് ചെയ്യണം? അതാണ് ഈ 11 എപ്പിസോഡിലായിട്ട് പറയുന്നത്. പുതിയ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാകും. പഴയ സബ്സ്ക്രൈബേഴ്സ് അത് മറന്നെങ്കിൽ ഓർത്തോ. ബുദ്ധൻ പറയുന്നു, 1 മനസ്സിനെ കീഴടക്കണം. നിങ്ങളുടെ ചിന്തകളുടെ കൂമ്പാരമാണ് മനസ്സ്. ചിന്തകൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്നിടത്ത് മനസ്സ് നിന്നിരിക്കും. മനസ്സിനെ, അതായത് ചിന്തകൾ എങ്ങനെ ഇല്ലാതാക്കാം? ഓരോ പ്രവൃത്തിയും ബോധപൂർവം നിങ്ങൾ ചെയ്യണം. സ്റ്റെപ്പ് കയറുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് റണ്ണിങ് കമൻട്രി, ഞാൻ ദാ സ്റ്റെപ്പ് കയറുകയാണ്. കുളിക്കുമ്പോൾ റണ്ണിങ് കമൻട്രി, ഇതാ മഗ്ഗിൽ വെള്ളമെടുത്തു, ദേഹത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞു, വെള്ളം വീണു, എന്തൊരു സുഖം, ഇങ്ങനെ മനസ്സിൽ പറയുക. വെണ്ടയ്ക്ക അരിയുമ്പോൾ ഞാൻ ദാണ്ട ഈ വെണ്ടയ്ക്ക ഇങ്ങനെ അരിയുകയാണ്, എത്ര മനോഹരമായി ഞാൻ ചെയ്യുന്നു. അങ്ങനെ വരുമ്പം വേറെ ചിന്തകൾ നിങ്ങൾക്ക് വരുത്തില്ല. അപ്പം നിങ്ങൾക്ക് ചിന്തകളെ എന്ത് ചെയ്യാം? ജയിക്കാം. അതായത് ബുദ്ധൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഏതു പ്രവൃത്തിയും ആത്മാർത്ഥമായി ചെയ്യുന്നതിനെയാണ് ധ്യാനമെന്ന് വിളിക്കുന്നത്. അല്ലാതെ ഒരു മെഡിറ്റേഷൻ ക്ലാസ്സിൽ ചേർന്ന് അരമണിക്കൂർ കണ്ണും പൂട്ടി ഇരിക്കുന്നതല്ല ധ്യാനം. യഥാർത്ഥ ധ്യാനം ഞാൻ പല ക്ലാസ്സുകളിൽ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. ഒരു ഫുട്ബോൾ കളിക്കാരൻ ധ്യാനിക്കുകയാണ്. ആ ഫുട്ബോൾ കളിക്കാരൻ അവൻ്റെ കാലിൽ പന്ത് കിട്ടുമ്പോൾ അവൻ ഭാര്യയെ ചിന്തിക്കുന്നില്ല, മക്കളെ ചിന്തിക്കുന്നില്ല, രാഷ്ട്രത്തെ ചിന്തിക്കുന്നില്ല, ഒന്നും ചിന്തിക്കുന്നില്ല. അവൻ ആ ലക്ഷ്യമാക്കി പോവുകയാണ്. പെനാൽറ്റി കിക്ക് എടുക്കുമ്പോൾ ഗോളി ധ്യാനിക്കുകയാണ്. ആ സമയത്ത് ഗോളിയുടെ മനസ്സിൽ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തിയല്ലാതെ മറ്റൊന്നുമില്ല. ഒരു ഡോക്ടർ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ആ സമയത്ത് അയാളുടെ മനസ്സിൽ ഭാര്യയും കാമുകിയും ആരുമില്ല. അത് ധ്യാനിക്കുകയാണ്. അപ്പോൾ ബുദ്ധൻ പറയുകയാണ്, നിങ്ങൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ആത്മാർത്ഥമായി ചെയ്യുക. എന്താണ് ആത്മാർത്ഥമായി ചെയ്യുക? ഏതെങ്കിലും ഒരു പ്രവൃത്തി മറ്റെന്തെങ്കിലും ചിന്തിച്ച് ചെയ്താൽ അതിന് ആത്മാർത്ഥതയില്ല. നിങ്ങൾ കുളിക്കുമ്പം നിങ്ങൾ മറ്റു കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് കുളിക്കുന്നതെങ്കിൽ ആത്മാർത്ഥതയോടെ അല്ല കുളിക്കുന്നത്. നിങ്ങൾ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, മറ്റു പലതും ചിന്തിച്ചിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ആത്മാർത്ഥതയോടെ അല്ല. ആ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ ആസ്വദിച്ചു ചെയ്യുക. അതേ കണക്ക് നിങ്ങൾ സാക്ഷിയാണ്. ഇപ്പൊ ദിലീപ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണം, നിങ്ങൾ ഓരോ പ്രവൃത്തിക്കും സാക്ഷിയാണ്. ഇപ്പം ഈ ദിലീപ് എന്ന് പറയുന്നത് ഈ ശരീരമാണ്. ഈ ശരീരത്തിനാണ് വിശപ്പും ദാഹവും ഉള്ളത്. എനിക്ക് വിശപ്പും ദാഹവും ഒന്നുമില്ല. ആദ്യം മനസ്സിലാക്കുക. ഇപ്പം ഞാനിരുന്ന് ചോറുണ്ണുന്നു. ആ ചോറുണ്ണുന്നത് ശരീരമാണ്, ദിലീപ് എന്ന ശരീരമാണ്. ഞാൻ 1000 സൂര്യന്മാർ ഉദിച്ചുയർന്ന പ്രകാശമാണ്. ആ പ്രകാശത്തിന് ആഹാരമൊന്നും കഴിക്കണ്ട. ആ പ്രകാശം ഈ ബോഡി ഇങ്ങനെ കൈ എടുത്തു വെച്ച് തിന്നുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മലക്കറി അരിയുന്നു. മലക്കറി അരിയുന്നത് ഈ ശരീരമാണ്. ആ സൂര്യപ്രകാശമാണ് ഞാൻ അതിന് സാക്ഷിയാണ്. അപ്പം നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ശരീരം ചെയ്യുന്ന പ്രവർത്തികൾക്ക് സാക്ഷിയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഈ ശരീരം ഓരോ പ്രവർത്തികൾ ചെയ്യും. ഇപ്പം ഈ ശരീരം വെച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളെ എടുത്തിട്ട് അടിക്കുന്നു കൊച്ചിനെ ഒരു തെറ്റ് ചെയ്തതിന്. പക്ഷെ നിങ്ങളെന്ന് പറഞ്ഞാൽ ഒരു സൂര്യപ്രകാശമാണ്. അതല്ല, ഈ ശരീരം ആ കുഞ്ഞിനെ അടിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ പരമാവധി ഞാൻ എന്ന വാക്ക് ഒഴിവാക്കുക. ഞാൻ നാളെ വരാം എന്ന് ഒഴിവാക്കുക. മനസ്സിലല്ലേ? നിങ്ങൾ പകരം എന്താ പറഞ്ഞാൽ മതി? നാളെ വരാം. അപ്പം നിങ്ങൾ ആലോചിക്കുക, ദിലീപ് നാളെ വരും, ദിലീപ് എന്ന ഈ ശരീരം നാളെ വരും, ദിലീപ് എന്ന ഈ ശരീരം അടുത്ത ആഴ്ച മൂകാംബികയ്ക്ക് പോകുന്നു. അങ്ങനെ വേണം കരുതാൻ. ഞാൻ എന്നത് ഉപേക്ഷിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നു, ശരിയേത് തെറ്റേത് എന്ന് നീ എന്ത് ചെയ്യരുത്? ചിന്തിക്കരുത്. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞാൽ നീ ഇതാണ് ശരി എന്ന് കണ്ടാൽ ശരിയുടെ പക്ഷം പിടിക്കും. അപ്പം അതോടുകൂടി എന്ത് സംഭവിക്കും? നീ നിഷ്പക്ഷനല്ലാതായി മാറും. അപ്പം നിഷ്പക്ഷനല്ലാത്തവൻ പല പല ചിന്തകൾ കടന്നു വരും. അവൻ ചെയ്തതാണ് ശരി എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് കുറേ കാരണങ്ങൾ കണ്ടുമുട്ടണം. അപ്പം നിങ്ങൾ ഒരിക്കലും ശരിയേത് തെറ്റേതെന്ന് ചിന്തിച്ചാൽ മോക്ഷം കിട്ടില്ല. ഇന്നത്തെ ക്ലാസ്സിൽ ബുദ്ധൻ പറയുന്നു, ഈ ശരീരം എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിക്കാം. അതുകൊണ്ട് ഈ ശരീരത്തിന് അമിത പ്രാധാന്യം കൊടുക്കാതിരിക്കുക.
ഈ ശരീരം പ്രവർത്തിക്കുന്നത് ഞാൻ എന്നത് ഇതിനകത്തിരിക്കുന്നത് കൊണ്ടാണ്. ആ ഞാൻ ഒരു ഉജ്ജ്വല പ്രകാശമാണ്. അത് എവിടുന്ന് വന്നു എന്ന് അന്വേഷിക്കുകയാണ്, ഈ ശരീരം ഉപയോഗിച്ച് അന്വേഷിക്കുകയാണ് വേണ്ടത്. ഇത്രയുമാണ് ഞാൻ ഇതുവരെ എടുത്ത ക്ലാസിൻ്റെ രത്ന ചുരുക്കം. അപ്പം നമുക്ക് ഓർമ്മിക്കുക, ഈ ശരീരം പരിപാലിച്ചോ, അതിനുവേണ്ടി അധിക സമയം പാഴാക്കാതിരിക്കുക. ആ പ്രകാശം നിങ്ങൾ വന്ന വീട് ഏതെന്ന് കണ്ടെത്താൻ ഒന്നും കൂടെ ഞാൻ അടുക്കിനെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ഭഗവാൻ ശ്രീകൃഷ്ണനും രാധാറാണിയും ബുദ്ധ ഭഗവാനും അനുഭവിച്ചാൽ കാണാം. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാസേശ്വരി രാധികായ സ്വാഹ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത